ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സേമിയ പായസമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ശേഷം അതിലോട്ട് ഞാൻ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. പാല് നല്ലോണം തിളക്കും വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും ചേർത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അതിലോട്ട് സേമി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഐറ്റം സേമി ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. നൈസായിട്ടുള്ള സേമി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാധാ നോർമൽ സേമിയും എടുത്തിട്ടുണ്ട്. ആദ്യം നോർമൽ സേമി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അതൊരു പകുതി വേവായിട്ട് വരുമ്പോൾ നൈസായിട്ടുള്ള സേമി ആഡാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ നോർമൽ സേമി ഒരുവിധം വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ടുള്ള കുനാഫയുടെ സേമി ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഷുഗർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഷുഗർ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം വെന്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കി ഇറക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരുവിധം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.